ഈ ഇപ്പം നമ്മുടെ കൂടെ മാട്ടപ്പണിയെടുക്കുന്നതാണ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്. അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെ എല്ലാവരും കാണാതായി പോകും. ഒരാളൊരു സിനിമ ചെയ്ത് കഴിഞ്ഞാൽ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെ മറക്കുന്നു. നമുക്ക് ഭയങ്കര സങ്കടം തോന്നാറുണ്ട്. ഇപ്പം എൻ്റെ ആഗ്രഹം ഞാനത് പറയണമെന്നാണ്. ഞാനിതിനെ ഭയങ്കരമായിട്ട് എതിർക്കുന്നത്. കാരണം വെച്ചാൽ നമ്മുടെ കൂടെ കുറേ നാളിൽ നിന്ന് അതുപോലെ പോലെ പണിയെടുക്കുന്നതാണ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, അല്ലെങ്കിൽ അസിസ്റ്റന്റ് ക്യാമറാമാന്, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് എഡിറ്റ് കഴിയുമ്പോൾ ആ എഡിറ്റേഴ്സിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഒരിക്കലും ഉറങ്ങാറില്ല, ലിറ്ററലി ഉറങ്ങാറില്ല. അവരെ കുറിച്ചൊന്നും ആരും പരാമർശിക്കാത്തതിനും ശരിക്കും പറഞ്ഞ് സങ്കടം തോന്നാറുണ്ട്. അതിൻ്റെ എഫേർട്ട് ഭയങ്കരമാവും. ബാക്കിയുള്ളവരൊക്കെ വന്നു പോകുന്നു, ലൈം ലൈറ്റിൽ നിൽക്കുന്നു, അവർക്കൊക്കെ ക്രെഡിറ്റ് കിട്ടുന്നു. പക്ഷേ ഈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് ക്യാമറമാൻ, അസിസ്റ്റന്റ് എഡിറ്റേഴ്സിനൊന്നും ഒരിക്കലും ക്രെഡിറ്റ്, ഈവൻ ആർട്ടിലെ ആൾക്കാരെ പോലും. എനിക്ക് ഇവരോടൊക്കെ ഭയങ്കര സിങ്ക് ആയത് കാരണം എനിക്ക് ഭയങ്കര എൻ്റെ സെറ്റ് എന്ന് ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ സെറ്റ് ഭയങ്കര നല്ല സെറ്റായിരുന്നു. എന്ന് വെച്ചാൽ പലരും വന്നിട്ട് എല്ലാവരും ഈക്വലാണ്. അതിനകത്ത് അവിടെ ഒരാൾ വലുത് ഒരാൾ ചെറുത് ഒരു രീതിയിലും ഇല്ല. ഞാനും അതേ റോബി അതേ ഞാൻ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര വയലൻ്റ് ആയിരുന്നു എന്ന് പറയാറുണ്ട്. പക്ഷെ ഞാൻ ഡയറക്ടറായിട്ട് ഭയങ്കര സോബറായിരുന്നു. ആരും ഒന്നും പറയത്തില്ലായിരുന്നു.